ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ബുധനാഴ്ചയാണ്. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള വണക്കത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച. ഞാനിന്ന് നിങ്ങൾക്ക് 2 പ്രാർത്ഥന പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ അതൊന്ന് പ്രാർത്ഥിച്ചു നോക്കണം കേട്ടോ. നിശ്ചയമായും അനുഗ്രഹം ലഭിക്കും. പണ്ട് കാലത്തെ നമ്മുടെ അപ്പനമ്മമാരൊക്കെ ബുധനാഴ്ചകളിൽ ചൊല്ലിയിരുന്ന യൗസേപ്പിതാവിനോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന 1900 വർഷത്തിനുമേൽ പഴക്കമുള്ള പ്രാർത്ഥനയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രാർത്ഥന വഴി നമ്മൾ ആവശ്യപ്പെടുന്ന വലിയ കൃപകൾ ലഭിക്കുമെന്ന്, പ്രത്യേകിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നു. നിങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥന. ഓ വിശുദ്ധ യൗസേപ്പേ, ദൈവസിംഹാസനത്തിനു മുൻപിൽ വലുതും ശക്തവും കൃത്യവുമായ സംരക്ഷണ ശേഷിയുള്ള അങ്ങയിൽ എൻ്റെ എല്ലാ പ്രത്യാശയും ആഗ്രഹങ്ങളും ഞാൻ വയ്ക്കുന്നു. ഓ വിശുദ്ധ യൗസേപ്പേ, അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥതയാൽ എന്നെ സഹായിക്കുകയും അങ്ങയുടെ ദിവ്യസുതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ നിന്ന് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് വാങ്ങിത്തരികയും ചെയ്യണമേ. അതുമൂലം അങ്ങയുടെ സ്വർഗീയ ശക്തിക്ക് കീഴിൽ ഇവിടെ വ്യാപൃതനായിരിക്കുന്ന ഞാൻ ദൈവപിതാവിനും അങ്ങേയ്ക്കും നന്ദിയും ആദരവും അർപ്പിക്കട്ടെ. ഓ വിശുദ്ധ യൗസേപ്പേ, അങ്ങയെയും അങ്ങയുടെ കൈകളിൽ ഉറങ്ങുന്ന യേശുവിനെയും ധ്യാനിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തളരുകയില്ല. അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് അവിടുന്ന് വിശ്രമിക്കുമ്പോൾ സമീപിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. എൻ്റെ പേരിൽ യേശുവിനെ തലോടുകയും അവിടുത്തെ അഴകുള്ള ശിരസിൽ ചുംബിക്കുകയും എൻ്റെ മരണസമയത്ത് ആ ചുംബനം തിരിച്ചു തരാൻ പറയുകയും ചെയ്യണമേ. വേർപിരിയുന്ന ആത്മാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രാർത്ഥന ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ജീവിത പങ്കാളി എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. തൊടുപുഴയ്ക്കപ്പുറം വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഒരു പള്ളിയുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ അവിടെ നൊവേനയും പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെയുണ്ട്. ഇതൊരു കൊച്ചു പള്ളിയാണ്. അനേകം ആളുകൾ ദൂരെ നിന്നൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിപ്പോകാറുണ്ട്. എൻ്റെ ആൻറ്റി പറഞ്ഞാണ് ആ പള്ളിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നതും. ഒരിക്കൽ ഞാൻ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ആ കൊച്ചു പള്ളിയുടെ സൈഡിലായിട്ട് അൾത്താരയോട് ചേർന്നുള്ള അവിടെ ആ സൈഡിലായിട്ടൊരു വലിയ യൗസേപ്പിതാവിൻ്റെ, ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ട്. ആ തിരുസ്വരൂപത്തിൻ്റെ അടിയിലായി ആയിരക്കണക്കിന് ആളുകളാണ് നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചിരിക്കുന്നത്. ആ പള്ളിയിൽ വർഷങ്ങളായി ചൊല്ലി വരുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ പ്രാർത്ഥന ചൊല്ലുന്നവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അതിനുശേഷമാണ് ഞങ്ങളും ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലാൻ തുടങ്ങിയത്. ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിനോടുള്ള പ്രാർത്ഥന. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവേ, ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്നദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി അങ്ങ് പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചുവല്ലോ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും അങ്ങേ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ദൈവദൂതൻ നൽകിയ സ്വപ്നദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചവനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ലോകത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്നതിനായി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യൗസേപ്പേ, തിരുസഭയുടെ പാലക, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് നിങ്ങളുടെ നിയോഗം മൗനമായി സമർപ്പിക്കുക. ഈ ആവശ്യത്തെ അങ്ങയുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വപ്നം കണ്ട്
അങ്ങേ പുത്രന്റെ മുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ 9 ദിവസമാണ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ടത്.